ആ ഉറങ്ങണ്ടേ? ഉറങ്ങിക്കോ. ലതേ, എന്താ? ഉറങ്ങിയാലോ? ഉറങ്ങിക്കോളാൻ പറഞ്ഞില്ലേ? ലതേ, കുറച്ച് ദിവസമായിരുന്നു പഠിക്കുക. നമുക്കിന്ന് അങ്ങ് ഉറങ്ങാം. എന്താ പ്രഭ ഇത്? ഇപ്പോഴാണ് തമാശ കാണിക്കുന്നത്? ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ? അടുത്ത മാസം എക്സാമിനേഷനാ. പ്രഭ എന്താ കൊച്ചുകുട്ടിയാ? കിടന്നുറങ്ങിക്ക. ഈ ലൈറ്റിനകത്ത് കിടന്ന് എനിക്ക് ഉറക്കം വരികയല്ല. എനിക്ക് എന്തായാലും കുറച്ച് പഠിച്ചേ പറ്റൂ. ഇല്ലാത്ത നേരം ഉണ്ടാക്കിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. എന്റെ ആ മുഖശ്രീ തേച്ചിരുന്ന ഇവിടെല്ലാം എന്ത് സോഫ്റ്റായനോ. ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കോ? അപ്പൊ നിൽക്കണോ അതോ പോണോ? എനിക്ക് പഠിക്കണം. നീ എന്താടാ ഇവിടെ വന്നിരിക്കുന്നേ? ഓ, അകത്തെന്തൊരു ചൂടാവില്ലേ? വല്യച്ഛന് ഈ ചൂടൊന്നും തോന്നില്ലേ? ഓ, വല്യച്ഛനി എന്തോന്ന് ചൂട്? ആ കാലമൊക്കെ പോയില്ലയോ? അവളെവിടെ മലതാ? ഉറങ്ങിയോ? അവള് പിന്നെ MD-ക്ക് പഠിച്ചോണ്ടിരിക്കുക. എന്തിടി? അതൊരു ഉയർന്ന ഡിഗ്രിയാണ്. എന്തുമാത്രം പഠിക്കാനുണ്ടെന്നറിയോ? സത്യം പറഞ്ഞാൽ ഈ വീട്ടുപണിക്കിടെ പഠിക്കുന്നതിന് അവളെ സമ്മതിക്കണം. ഒരടി വെച്ച് എന്നാലുണ്ടല്ലോ, മൂക്കി പല്ല് വന്നിട്ടാണോടാ പഠിക്കുന്നേ? ഒരുത്തി നട്ടപ്പാതിരാക്കി അകത്തിരുന്ന് പഠിക്കുന്നു, ഒരുത്തൻ തിണ്ണ നിരങ്ങുന്നു. ഒന്നാണമില്ലല്ലോടാ. വെറും പഠിത്തം മാത്രം പോരാ, കുറച്ച് ജീവിതവും കൂടെ വേണം. നിന്റെ വല്യമ്മ ഉണ്ടല്ലോ മഹേശ്വരി, എന്റെ സമയവും കാലവും നോക്കിയിട്ട് അവൾ എന്തും ചെയ്യാറുള്ളൂ. കാരണം എന്താണെന്നറിയാവോ? ഞാനും തിരിച്ചങ്ങോട്ട് അങ്ങനെ ആയിരുന്നു. ഒരു കുടുംബത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഭാര്യയുടെ സന്തോഷമാണ്. ഭാര്യയുടെ സന്തോഷം എന്ന് പറയുന്നത് ഭർത്താവിന്റെ കയ്യിലാണ് പോയിരിക്കുന്നേ. ഞാൻ എന്ത് ചെയ്യണം വല്യച്ഛനി പറയുന്നത്? അവളോട് പഠിച്ചതൊക്കെ മതി എന്ന് പറ. ചെല്ല്, പോ. അവളേതായാലും പഠിച്ചു തുടങ്ങിയില്ലേ, ഇന്നിനി പഠിക്കട്ടെ. ഇങ്ങനൊരു പണ്ട് എടാ, തറവാട്ടി പറഞ്ഞ പെൺകുട്ടികളാവുമ്പോ അവരൊന്നും ഇങ്ങോട്ട് ചോദിക്കത്തില്ല. നമ്മൾ അറിഞ്ഞങ്ങോട്ട് പെരുമാറണം. വേണ്ടി വന്ന അല്പം ബലവും പ്രയോഗിക്കാം. അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. നിന്റെ മനസ്സിലെന്തോ ആശയക്കുഴപ്പമുണ്ട്. എടാ, മനസ്സാടാ എല്ലാ രോഗത്തിനും കാരണം. നീയൊക്കെ പഠിച്ച വലിയ ഡാക്ടർമാരാണെന്ന് പറഞ്ഞ് എന്തിനാടാ നടക്കുന്നത്? നാണമില്ലയോടാ? മനസ്സ് ചൂടായോ? തണുപ്പിച്ചിട്ടേ ഉറങ്ങാവൂ. നിദ്രാവിഹീനമായ രാത്രി. ഒരു ചെറ്റ കുടിലാണെങ്കിലും മുക്കാലയുടെ മനസ്സ് നിറയെ മുക്കാബിലയെ കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു. മാളിക മുകളിലാണെങ്കിലും മുക്കാബിലയുടെ മനസ്സിലും മുക്കാല നിറഞ്ഞു നിന്നു. അവൾ പാടി, മനസ്സു മനസ്സിന്റെ കാതിൽ ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പ്രോഗ്രാം മുഖ്യതായിരിക്കും. ഇത് നല്ല ജോലി. ഏതു ക്ഷേത്രത്തിൽ നിന്നാ എന്നത്തേക്കാ പ്രോഗ്രാം വേണ്ടത്? ഞങ്ങൾ ബാങ്കിൽ നിന്നാ. ഓ, ബാങ്കിന്റെ വാർഷികമാണോ? അകത്തോട്ടിരിക്കാലോ. ഞങ്ങൾ മിസ് കൗസല്യെ കാണാൻ വന്നതാ. അതിന് അവളല്ലല്ലോ പരിപാടിക്ക് പോകുന്നത്, ഞാനല്ലേ. മംഗളൻ മങ്കൊമ്പ് പ്രോഗ്രാം ബുക്ക് ചെയ്യാനല്ല. പിന്നെ കൗസല്യ ബാങ്കിൽ നിന്ന് എടുത്ത ലോണിനെ പറ്റി സംസാരിക്കാനാ. എടി കൗസല്യേ, എടി നീ പശുവിനെ മേടിക്കാൻ എടുത്ത കാശിന് ആള് വന്ന് നിൽക്കുന്നു. ചുമ്മാ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതി.